ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഏതെടുത്ത് കഴിഞ്ഞാലും 10 രൂപ, മനസ്സിലായില്ലേ? ഏത് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും 10 രൂപ. ആ ഒരു റേഞ്ചിലുള്ള ഒരു ഷോപ്പ് നമ്മുടെ തൃശ്ശൂർ ഗോൾഡൻ മാർക്കറ്റ് എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഏതെടുത്ത് കഴിഞ്ഞാലും 10 രൂപ എന്ന് പറയുന്ന രീതിയിലുള്ള ചെറിയ പ്രൊഡക്റ്റുകൾ. ഓക്കെ, അതിൽ നമുക്ക് ബെഡ്റൂമിലേക്ക് പറ്റിയതുണ്ടാവാം, കിച്ചണിലേക്ക് പറ്റിയതുണ്ടാവാം, ബാത്റൂമിലേക്ക് പറ്റിയതുണ്ടാവാം, അങ്ങനെ സ്കൂളിലേക്ക് പറ്റിയ പല രീതിയിലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള 10 രൂപ പ്രൊഡക്റ്റുകൾ മാത്രം വിൽക്കുന്ന ഒരു ഷോപ്പ്. ഇന്ന് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ സു, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ 10 രൂപ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏതെടുത്താലും 10 രൂപ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റീറ്റെയിൽ ഷോപ്പ് ബിസിനസ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പരിഗണിക്കാൻ പറ്റുന്നൊരു ബിസിനസ്സാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് വളരെ ചെറിയ ഒരു ബിസിനസ് പോലെ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും ഏതെടുത്താലും 10 രൂപ എന്നുള്ളത്. പക്ഷേ ഒരു 10 രൂപയുടെ സാധനം മേടിക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു കസ്റ്റമർ ഒരിക്കലും നമ്മുടെ കടയിലേക്ക് കയറില്ല. പക്ഷേ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒന്നിലധികം സാധനങ്ങൾ എടുക്കും. ഒരു 50% മുകളിൽ കസ്റ്റമേഴ്സ് എന്തായാലും ഒരു 100 രൂപക്ക് മുകളിൽ ബില്ലാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ഈ ഒരു ഷോപ്പ് ലൈവായിട്ട് നേരിട്ട് ഇതുപോലത്തെ ഷോപ്പ് കുറേ നേരം കണ്ട് വാച്ച് ചെയ്ത് നിന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറയാം. ഇതിന് മുന്നേ ഞാൻ ഇതുപോലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഷോപ്പിനെ കുറിച്ച് തന്നെ. അപ്പോൾ ഇന്നും ഞാൻ ചെയ്യാൻ കാരണം ഞാൻ ഇന്നലെയും വീണ്ടും ആ ഒരു ഷോപ്പിൽ വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഒരു റീറ്റെയിൽ ബിസിനസ് ആഗ്രഹിക്കുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റുകൾ ഒരു 100 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു 100-150 സ്ക്വയർ ഫീറ്റ് ഏരിയ, 150 വേണ്ട, നമുക്കൊരു 100 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ ഷട്ടർ റൂം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെറിയ പൈസയിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ബിസിനസ് ചെയ്യാൻ ഈ ഒരു ഷോപ്പ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന റൂം എന്ന് പറയുന്നത് വളരെ നല്ല സ്പോട്ടായിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ ഏരിയ, അല്ലാന്നുണ്ടെങ്കിൽ ടൗണ് സെൻറ്ററുകൾ, അല്ലെങ്കിൽ ഒരു കൂടുതൽ ആളുകൾ പെരുമാറുന്ന ഏരിയ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരു ഏരിയയിലായിരിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് വേണ്ട റൂം എടുക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൽ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു 10 രൂപ പ്രൊഡക്റ്റാണ്, നമ്മൾ ഏതെടുത്താലും 10 രൂപ എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ആ എടുക്കുന്ന ആൾക്ക് 10 രൂപ അല്ലെങ്കിൽ ഇതൊരു 30-50 രൂപക്ക് ഉണ്ട് എന്ന് ഫീൽ വരുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളെ നമ്മൾ ബൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ നമ്മൾ കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന് ഭയങ്കര ഹാപ്പി ആയിരിക്കും, കസ്റ്റമേഴ്സിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ആ കസ്റ്റമർ വീണ്ടും വീണ്ടും നമ്മളെ ഷോപ്പിലേക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം 10 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന സാധനം അതിലും കൂടുതൽ മൂല്യമുള്ളത് ഒരു ഫീൽ അതിൽ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഭയങ്കര പ്ലസ് ആയിട്ടിരിക്കും. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മളതിൽ ഉൾപ്പെടുത്തുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലേക്ക് വേണ്ടത്, ഇപ്പോൾ കിച്ചണിൽ വേണ്ടത്, അല്ലെങ്കിൽ ബെഡ്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ ബാത്റൂമിലേക്ക്, അതുപോലെ സിറ്റ് ഔട്ടിലേക്ക്, പല രീതിയിൽ വണ്ടിക്ക് ആവശ്യമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ സ്കൂളുകൾക്ക്, കോളേജുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ലേഡീസിൻ്റെ ഹെയർ ആക്സസറീസ്, ഇതുപോലെയുള്ള കുറേ സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ 10 രൂപക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 രൂപ അസൽ റേറ്റിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിലുള്ള പർച്ചേസിങ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് 10 രൂപക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു കസ്റ്റമേഴ്സ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് സ്ത്രീകളും രണ്ടാമത്തത് കുട്ടികളുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ
അവർ രണ്ടുപേർക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉപകാരമാകുന്ന കൂടുതൽ ഗുണകരമാകുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുക. അതാണ് മെയിനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അവരാണ് നമ്മുടെ യഥാർത്ഥ കസ്റ്റമേഴ്സും. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന കസ്റ്റമർ അവരാണ് നമ്മൾക്ക് മുന്നിലുള്ള നല്ല ഒരു കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏതൊരാൾക്കും പെട്ടെന്ന് വ്യൂ ചെയ്ത് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബോർഡ് വെക്കുക. കുറച്ചും കൂടി വലിയ അക്ഷരത്തിൽ ഏതെടുത്താലും 10 എന്നുള്ള രീതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട്, അതല്ല ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജിയിൽ വേറെ ഒരു പേര് വേറൊരു സംഭവങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനെ ശ്രദ്ധിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ ഒരു ബോർഡ് നമ്മൾ എല്ലാവർക്കും കാണുന്ന രീതിയിൽ വൃത്തിയായിട്ട് വെക്കുക. ഓക്കെ, രണ്ടാമത്തെ പിന്നെ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ എന്തൊക്കെ സംഭവം, ഇപ്പോൾ ഇങ്ങനൊരു ഷോപ്പ് നമ്മൾ പറയുമ്പോൾ പല ആളുകൾക്കും ചിലപ്പോൾ സംശയം എന്തൊക്കെയാണ് നമ്മളിതിൽ വെക്കുക, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണത്തിനായിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇതിനോട് റിലേറ്റീവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റു സാധനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഈ 10 രൂപ കാറ്റഗറീസിലേക്ക് പർച്ചേസ് ചെയ്യേണ്ട സംഭവങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഹെയർ ക്ലിപ്സ്, പിന്നെ അതുപോലെ റബ്ബർ ബാൻഡ്സ്, പെന്നുകൾ, പെൻസിലുകൾ, കീ ചെയിൻസ്, പിന്നെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ സോക്സ്, മൊബൈൽ കേബിൾ പ്രൊട്ടക്ഷൻസ്, പിന്നെ ഈ മൊബൈലിൻ്റെ തന്നെ ചെറിയ ചെറിയ ആക്സസറീസ് വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾക്ക് സ്റ്റിക്കർ ആഡ്സ്, അതേപോലെ തന്നെ സ്മോൾ കിച്ചൺ ഐറ്റംസുകൾ, ഗിഫ്റ്റ് ഐറ്റംസുകൾ, ഫാൻസി ആക്സസറീസ്, ഇതുപോലെയുള്ള ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ. അതോ ഞാനിപ്പോൾ പറഞ്ഞത് ജസ്റ്റ് ഇതിലൊരു ലിസ്റ്റ് പ്രകാരം പറഞ്ഞുള്ളൂ. ഒരുപാട് ഐറ്റംസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഷോപ്പ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സൂപ്പറായിട്ട് ദിവസം നമുക്ക് ഒരു 10,000 രൂപ സൂപ്പറായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്കറിയാം, ഒരു 5,000 രൂപ ഒരു ദിവസം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 1.5 ലക്ഷം രൂപ നമുക്ക് മാസം നല്ലൊരു വരുമാനം, 1 ലക്ഷം രൂപ വരുമാനം കിട്ടിക്കഴിഞ്ഞാലും നമ്മളെ സിറ്റുവേഷനിൽ വളരെ ഓക്കെയാണ് ഒരു ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് വളരെ സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന, എന്നാൽ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ചെറിയ പൈസ വെച്ചിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ് ആട്ടത്. ഇത് നിങ്ങൾ പുതിയ ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന, പുതിയ ഷോപ്പ് ബിസിനസ്, ചെറിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കേട്ടോ. ഞാൻ പറയുന്നത് എല്ലാ ബിസിനസ്സും വലിയ ബിസിനസ് ചെയ്യാനിരിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ തരുന്നല്ല. അങ്ങനെ ചെറിയ രീതിയിൽ ചെറിയ മുതൽ മുടക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഷോപ്പ് ബിസിനസ്, ഒരു റീറ്റെയിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവർക്ക് ഇത് പരിഗണിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.